ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വാഞ്ചോ കേക്ക് എന്ന് പറയുന്നത് വാനിലയും ചോക്ലേറ്റും കൂടെ ചെയ്യുന്നൊരു കേക്കാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓവണോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലൊരു സോസ് പാനിലാണ്. കേക്ക് ടിന്നൊന്നും വേണ്ട. അപ്പോൾ പാനിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 കേക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ 2 കേക്കിനും ഒരേ അളവിലാണ് നമുക്ക് മിക്സ് വേണ്ടത്, മുട്ടയുടെ മിക്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. 2 കേക്കിനും ഒരുമിച്ച് നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഓരോ കേക്കിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഒരുമിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി മുട്ട ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. വിസ്കോ സ്പൂണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. വിസ്ക് വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ബൗൾ ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് അത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ആദ്യം തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു മഞ്ഞ നിറം മാറി കുറച്ച് ഇതുപോലൊരു വൈറ്റ് കളറായതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ആ കളർ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്തതാണെങ്കിൽ അതിൽ കുറവ് മതി. പൊടിച്ചിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേക്കിലേക്ക് ചേർക്കുമ്പോൾ. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. പിന്നെ ഇതേ സമയത്ത് തന്നെ നമുക്ക് വാനില എസൻസ് ചേർക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് ഓയിൽ ചേർക്കണം. വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതൊരു 1/4 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സാണ് നമുക്ക് 2 കേക്കിനും വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 4 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കി ഡിവൈഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ വാനില കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ മിക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 കേക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരുമിച്ച് മുട്ടയുടെ മിക്സ് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വാനില കേക്ക് ബേക്ക് ചെയ്ത ശേഷം ബാക്കി ചേരുവകൾ ചേർത്തിട്ട് ചോക്ലേറ്റ് കേക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ വാനില കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് അതുകൂടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ വിനാഗിരി ചേർക്കുകയാണെങ്കിൽ കേക്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്താലും മതി. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പാനിലേക്ക് ഒഴിച്ചിട്ട് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ടില്ല എന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന നമ്മുടെ തവ വെച്ച് കൊടുത്താലും മതി താഴെയായിട്ട്. അതിൻ്റെ മുകളിൽ പാൻ വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെക്കുക. അടച്ചു വെക്കുന്ന സമയത്ത് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ അതിൽ ആവിവെള്ളമൊന്നും നമ്മുടെ കേക്കിൽ വീഴില്ല. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് വെക്കേണ്ടത്. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കണം. ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പിൻ്റെ കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് ആ കപ്പിൻ്റെ ബാക്കി ഭാഗം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 6 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കൊക്കോ പൗഡർ അധികം കളറില്ലാത്ത കൊക്കോ പൗഡർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുക്കുന്നതെങ്കിൽ കോഫി പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുട്ടയുടെ മിക്സ് നേരത്തെ ചെയ്ത അതേ മിക്സ് തന്നെയാണ്. 2 മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ.
ആ ഒരു മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കപ്പില്ലാന്നുണ്ടെങ്കിൽ 2 സ്പൂൺ കൊക്കോ പൗഡറും 6 ടേബിൾ സ്പൂൺ മൈദയും എടുത്താലും മതി. ആ രീതിയിൽ എടുത്താലും കറക്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ പതുക്കെ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ ചേർത്ത പോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. അതും ചേർത്തിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഈ ഒരു ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കണം. പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ തട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് പാൻ വെച്ച് കൊടുക്കുക. ഇനി ഇതും അടച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതും 20 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ടോ സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. ഇനി ഇതും നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത ശേഷം പാനിൽ നിന്ന് എടുത്താൽ മതി. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റാണ്. നമ്മുടെ വാനില കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് തണുത്ത ശേഷം മാത്രം നമ്മളിത് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 2 കേക്കും നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നൂല് വെച്ചിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ, എങ്ങനെയാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ 2 സ്പോഞ്ച് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ടെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം അടിക്കാമെന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം കിട്ടാനില്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ഞാനിവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരെണ്ണം നമുക്ക് ചോക്ലേറ്റ് ആയിട്ടുള്ള ക്രീം ആക്കണം, ഒരെണ്ണം വാനില ക്രീം തന്നെയാണ്. അപ്പോൾ ചോക്ലേറ്റ് ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനകത്തേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് നമ്മുടെ ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടാണെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വാനില കേക്കിൻ്റെ ഒരു ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. വാനില കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലും നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ക്രീമാണ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അതാണ് വാൻചോ കേക്ക് എന്ന് പറയുന്നത്. ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീമും വാനില കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ നോർമൽ ക്രീമാണ് തേക്കുന്നത്. അപ്പോൾ അതും ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലിട്ടൊക്കെ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ക്രീമാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ക്രീം ഈ ഒരു 2 ലെയറിൽ വെക്കാൻ മാത്രം മതി നമുക്ക്. ചോക്ലേറ്റ് ക്രീമും നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വാനില കേക്കിൻ്റെ ലാസ്റ്റ് ലെയറാണ് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വാനില കേക്കിൻ്റെ താഴത്തെ ഭാഗമാണ് കേട്ടോ മുകളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ മേൽഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ട് നമ്മുടെ വൈറ്റ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കേക്ക് മൊത്തമായിട്ട് കവർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ക്രീം വെച്ചിട്ട് സൈഡിലൊക്കെ ആയിട്ട് കവർ ചെയ്തെടുക്കുക. ഞാനിതുപോലുള്ള സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സ്ക്രാപ്പറിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്ക്രാപ്പറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പഴയ ATM കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാർഡ് വെച്ചിട്ടും നമുക്ക് സൈഡൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ആ വൈറ്റ് ക്രീം ഫുള്ളായിട്ട് കേക്കിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്ത് ലെവൽ ചെയ്ത ശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് കേക്ക് ഫുള്ളായിട്ട് ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിവിടെ സാധാരണ നമ്മുടെ മിൽക്കി ബാറിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് ഒരു 2 പാക്കറ്റ്, അല്ലാതെ നിങ്ങൾക്ക് വൈറ്റ് കമ്പൗണ്ട് ചോക്ലേറ്റും എടുക്കാം. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചൂടാക്കിയിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹെവി ക്രീമോ വിപ്പിംഗ് ക്രീമോ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, കാരണം ഇത് ഒരുപാട് കട്ടിയായി പോവും. കുറച്ചൊരു കട്ടിയിൽ നമുക്കിതുപോലെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സാധാരണ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് കുറച്ച് പൊക്കി വെച്ചിട്ട് താഴെ വേറൊരു പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ എക്സ്ട്രാ വരുന്നത് അതിലേക്ക് വീഴും കേട്ടോ. ഇതിപ്പോൾ ഒരുപാടൊന്നുമില്ല, കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് കവറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അത് ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് സൈഡിലും എല്ലാ ഭാഗത്തും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തു. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു ലെയർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത ശേഷം നമ്മളൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്, ഞാനതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഒരു വാനില കേക്കും ചോക്ലേറ്റ് കേക്കും അതുപോലെ ചോക്ലേറ്റ് ക്രീമും കൂടെയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വാൻചോ കേക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്